Good morning students. Electromagnetic induction second part ലേക്കാണ് നമ്മൾ കടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തു അല്ലേ? എന്താണ് ആ കൺസെപ്റ്റ്, അല്ലെങ്കിൽ എന്തിൽ നിന്നാണ് നമ്മൾ അതിലേക്ക് വന്നത്? അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചിരുന്നു മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിലൊക്കെ നമ്മൾ എന്താണ് പറഞ്ഞത്? മൂവിങ് കറന്റ് അല്ലെങ്കിൽ മൂവിങ് ചാർജസ് ക്യാൻ ഇൻ ടേൺ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് അല്ലേ? സോ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ എന്ത് വന്നു? ഒരു ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എന്ത് ഇൻഡ്യൂസ് ചെയ്യുന്നു എന്ന്? ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ്. അപ്പോൾ ആ ഒരു ഫിനോമിനയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിലേക്ക്, ഈ ഒരു കൺസെപ്റ്റിൻ്റെ കുറച്ചുകൂടി പാർട്ടിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. നമ്മൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അതുപോലെ തന്നെ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ എന്താ പറയുന്നത്? സ്ട്രെച്ച് ദ 3 ഫിംഗേഴ്സ് ഓഫ് ദ റൈറ്റ് ഹാൻഡ് ഇൻ 3 മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡയറക്ഷൻസ് അല്ലേ? നമ്മുടെ തമ്പും 4 ഫിംഗറും മിഡിൽ ഫിംഗറും നമ്മൾ എങ്ങനെയാണ്? പെർപെൻഡിക്കുലർ, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പെർപെൻഡിക്കുലർ എന്ന ഡയറക്ഷനിലാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ the four finger എന്ന് പറഞ്ഞാൽ എന്താണ്? ചൂണ്ടുവിരലാണ് അല്ലേ? അതെന്തിനെ റെപ്രസെന്റ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ്. The thumb represents the direction of motion of conductor. കണ്ടക്ടറിന്റെ മോഷൻ എങ്ങനെയാണ്, ഏത് രീതിയിലാണ് മൂവ് ചെയ്യുന്നത്, അതിന്റെ മോഷനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ദെൻ the middle finger represents the direction of induced EMF. അപ്പോൾ ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ തെറ്റാൻ പാടില്ല. 4 ഫിംഗർ എന്തിനെ ഡിനോട്ട് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിനെ. Thumb എന്തിനെ ഡിനോട്ട് ചെയ്യും? മോഷൻ ഓഫ് ദി കണ്ടക്ടർ. ആൻഡ് ദി 4 ഫിംഗർ ആൻഡ് ദി മിഡിൽ ഫിംഗർ റെപ്രസെൻറ്റ്സ് ദി ഇൻഡ്യൂസ്ഡ് കറന്റ് ആണ്. സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ കണ്ടക്ടർ മൂവ് ചെയ്യാണ്. അപ്പം ലോറൻസ് ഫോഴ്സ് കാരണം എന്ത് സംഭവിക്കുന്നു? എല്ലാ ഇലക്ട്രോൺസും, ആ കണ്ടക്ടറിലെ എല്ലാ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഒരു സൈഡിലോട്ട് നീങ്ങുന്നു. മൂവിങ് ദാറ്റ്, മേക്കിംഗ് ദാറ്റ് എൻ നെഗറ്റീവ് ആൻഡ് ദി അതർ എൻ പോസിറ്റീവ്. അപ്പോൾ ഒരു സൈഡിലോട്ട് നീങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോൺസ് ഒരു സൈഡിലോട്ട് നീങ്ങുമ്പോൾ ആ എൻ്റെ നെഗറ്റീവും മറ്റേ എൻ്റെ എന്താവുന്നു? പോസിറ്റീവ് ആവും. അപ്പം നെഗറ്റീവ് പോസിറ്റീവ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഒരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ഫോഴ്സ് ഓൺ ദ ഫ്രീ ചാർജസ് ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡ് കാരണമുള്ള ചാർജ് എന്ന് പറയുന്നത് എന്താണ്? F is equal to QE ആണ്. This force will balance the Lorentz force. കാരണം അവിടെ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ ഈ കണ്ടക്ടറിനെ കൊണ്ടുവയ്ക്കുന്നത് അല്ലേ? സോ എന്ത് ഫോഴ്സും കൂടി ഉണ്ടാവും അവിടെ? മാഗ്നറ്റിക് ഫോഴ്സും കൂടി ഉണ്ടാവും. സോ വാട്ട് ഹാപ്പൻസ് ദെയർ? അവിടെ എന്ത് സംഭവിക്കുന്നു? QE ഈക്വൽ ടു Q ഇൻറ്റു VB അല്ലേ? ഇനി അതിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആരെ ക്യാൻസൽ ചെയ്യാം? ക്യൂനെയും നമുക്ക് ക്യാൻസൽ ചെയ്തു. ഈ ഇവിടുത്തെ ക്യൂവും പോയി, ഇവിടുത്തെ ക്യൂവും പോയി. സോ വാട്ട് ഹാപ്പൻസ്? E is equal to VB എന്നായി. ഇനി നമ്മൾ എന്ത് പറയാണ്? If E is induced EMF between the ends of the conductor, then the field E is equal to എന്താണ്? നമുക്കറിയാം. എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റി ടേംസിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ? E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡും ക്യാപിറ്റൽ E എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡും എപ്സിലോൺ എന്ന EMF ആണെങ്കിൽ, അതായത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് V is equal to E into D. പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് V is equal to E into D. അതുപോലെ തന്നെ അതിൽ നിന്നാണ് E is equal to എന്ത് വരുന്നത്? EMF. അവിടെ Vക്ക് പകരം ഇവിടെ ഇൻഡ്യൂസ്ഡ് EMF ആണ്. എന്താണ് ഇൻഡ്യൂസ്ഡ് EMF? E ആണ്. സോ E by L ആണ്. ഇനി രണ്ട് ഇക്വേഷൻ നമ്മൾ ഒബ്സർവ് ചെയ്യാം. ഫ്രം ഇക്വേഷൻസ് 1 and 2 നോക്കൂ. അതിൻ്റെ എന്താണ്? LHS രണ്ടും എന്താണ്? സെയിം ആണ് അല്ലേ? രണ്ടിൻ്റെയും E ആണ്. സോ വാട്ട് ഹാപ്പൻസ്? അതിൻ്റെ RHS നമ്മൾ ഇക്വേറ്റ് ചെയ്യുക. സോ E is equal to എന്തായി? E by L equal to VB. that is induced EMF is equal to എന്തെന്ന് വന്നു? E equal to BLV. ഇനി ഒരു ആംഗിളിലാണ് അത് നിൽക്കുന്നതെങ്കിൽ, അതായത് പൊട്ടൻഷ്യൽ ഡിഫറൻസും വെലോസിറ്റിയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ അതിനെങ്ങനെ എഴുതാമെന്ന് നമ്മൾ പറയുന്നത്? E is equal to BLV sin theta. സോ അതാണ് മോഷണൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഇനി അതിൻ്റെ എനർജി കൺസിഡറേഷൻ, അതായത് ഇതന്നെ മോഷണൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിൻ്റെ നമ്മൾ കുറച്ചുകൂടി എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡി, ഒരു ബ്രീഫായിട്ട് നമ്മൾ പഠിക്കുന്നു. ശ്രദ്ധിക്കൂ.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഫിഗർ ഒക്കെ വെച്ച് നോക്കൂ. ലെറ്റ് us consider a straight conductor moving in a uniform time independent magnetic field. ഒരു കണ്ടക്ടർ എന്ത് ചെയ്യാന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യാണ്. എ റെക്ടാങ്കുലർ കണ്ടക്ടർ PQRS, ശ്രദ്ധിക്കുക ഫിഗറിലുണ്ട് PQRS, in which the conductor PQ is free to move. ഇതിലെങ്ങനെയാണ് പ്രത്യേകത? PQ എന്ന റോഡ് നമുക്ക് എന്ത് ചെയ്യാം, നീക്കാൻ പറ്റും. that is it is movable ആണ്. the road PQ is moved towards the left. ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ ഏത് സൈഡിലോട്ടാണ് നീങ്ങുന്നുണ്ടാവുക നോക്കൂ, ഏതായിരിക്കും? ഈ സൈഡിലോട്ട് നീങ്ങുകയാണ് അല്ലേ, ഈ സൈഡിലോട്ട് നീങ്ങുകയാണ്. with a constant velocity v as depicted here. അതായത് ഈ ഫിഗറിൽ നമ്മൾ പറയുന്ന പോലെ മാഗ്നറ്റിക് ഫീൽഡിലാണ് നമ്മൾ ക്രോസ് സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലൊരു കണ്ടക്ടർ വെച്ചേക്കാണ്, അതിൻ്റെ കണ്ടക്ടർ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ലെഫ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. assume that there is no loss of energy due to friction. അതായത് നമുക്കറിയാം ഇവിടെ ഫ്രിക്ഷൻ ഇൻ ആക്ഷൻ വരും അല്ലേ, രണ്ട് സാധനങ്ങൾ അവിടെ എന്താണ് ഇൻ കോണ്ടാക്ട് വരികയാണ്, അപ്പോൾ അവിടെ ഫ്രിക്ഷൻ വരുന്നുണ്ടാവും. സോ അവിടെ എന്തല്ല, എനർജി ലോസ് ഇല്ല. ഇനി നമ്മൾ നീക്കി PQRSനെ കുറച്ച് നീക്കി. സോ PQRS ഫോംസ് എ ക്ലോസ്ഡ് സർക്യൂട്ട് എൻക്ലോസിങ് ആൻ ഏരിയ ദാറ്റ് ചേഞ്ചസ് ആസ് PQ മൂവ്സ്. നമ്മൾ PQ നീങ്ങുന്ന അനുസരിച്ച് എന്ത് സംഭവിക്കും? ഈ ഏരിയയ്ക്ക് വ്യത്യാസം വരും. ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദ plane of this system. ഇനി if the length RQ equal to x, അതായത് നമ്മൾ കണ്ടക്ടറിൻ്റെ ആ ഒരു ഇതാണ് പറയുന്നത്, മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു ഡിസ്റ്റൻസ് x ആണെങ്കിൽ and RS is equal to L, then the magnetic flux എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം, phi is equal to നമ്മൾ പഠിച്ചിട്ടുണ്ട് V into L into x അല്ലേ. ഇനി നമുക്ക് എന്തറിയാം, സിൻസ് എക്സ് ഇസ് ചേഞ്ചിങ് അല്ലേ, നമ്മൾ ഈ റോഡിനെ നീക്കുക എന്നാണ് പറയുന്നത്, അപ്പോൾ എക്സ് എന്തായാലും എന്ത് ചെയ്യുന്നുണ്ടാവും, വ്യത്യാസം വരുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, ഫ്ലക്സ് എപ്പോഴും കോൺസ്റ്റന്റ് ആവില്ല അല്ലേ, മാഗ്നറ്റിക് ഫീൽഡിന്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് അവിടെ കൊടുക്കുന്നുണ്ട്, അതിനനുസരിച്ച് ഒരു കണ്ടക്ടർ നീക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഫ്ലക്സ് ചേഞ്ച് വരും. ആ ഫ്ലക്സ് ചേഞ്ച് ആണ് എങ്ങനെ നമ്മൾ എഴുതുന്നു, d∅dt. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ ലെൻസസ് ലോ വെച്ചിട്ട്, ഈ ഇൻഡ്യൂസ്ഡ് EMF ഇസ് ഈക്വൽ എന്താ, മൈനസ് d∅dt എന്നാണ്. അപ്പോൾ ഫൈക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫൈ ഇസ് ഈക്വൽ BLX എന്നാണ്, അത് എന്ത് ചെയ്തു, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമ്മൾ നോക്കൂ, അതിൽ ആരൊക്കെയാണ് കോൺസ്റ്റന്റ്? ബി കോൺസ്റ്റന്റ് ആണ്, മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്, ലെങ്ത്തും കോൺസ്റ്റന്റ് ആണ്. ആര് മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ, എക്സ് ആണ്. സോ എന്ത് സംഭവിച്ചു, ബി പുറത്തെടുത്തു, മൈനസ് ബി ഇൻറ്റു എൽ ഇൻറ്റു dx/dt. അപ്പോൾ dx/dt പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ചേഞ്ച് ഇൻ ടൈം എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റി ആണ്. ദാറ്റ് ഈസ് മൈനസ് v. സോ അതാണ് E is equal to മൈനസ് BLV എന്ന് കിട്ടി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കറന്റ് I ഇൻ ദ ലൂപ്പ്. കറന്റിന്റെ ഇക്വേഷൻ എന്താ, കറന്റ് I ഇൻ ദ ലൂപ്പ് ഇസ് ഈക്വൽ ടു, I ഇസ് ഈക്വൽ, നമ്മൾ കറന്റ് ഇലക്ട്രിസിറ്റിയിൽ ഓംസ് ലോയിൽ പഠിച്ചിട്ടുണ്ട്, V ഇസ് ഈക്വൽ ടു IR എന്നാണ് അല്ലേ. സോ ഇൻഡ്യൂസ്ഡ് EMFനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് V ആണ്, സോ R റെസിസ്റ്റൻസും ആണ്. സോ എന്ത് സംഭവിച്ചു, I ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതി, E/R, ദാറ്റ് ഇസ് V/R എന്നാണ്. ഇനി E എന്താ നമുക്ക് ഇവിടെ കിട്ടിയേ, BLV ആണ് അല്ലേ, dx/dtക്ക് V കൊടുത്തപ്പോൾ E ഇസ് ഈക്വൽ ടു എന്തായി, BLV. നമ്മൾ നേരത്തെ എങ്ങനെയാണ് BLV കിട്ടിയെന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് പറയണത് കേട്ടോ. സോ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, I ഇസ് ഈക്വൽ ടു BLV/R, ദാറ്റ് ഇസ് ഇക്വേഷൻ നമ്പർ 1. On the account of the presence of the magnetic field, there will be a force on the arm PQ. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് PQ എന്ന റോഡിൽ എന്ത് സംഭവിക്കുന്നുണ്ടാവും, ഒരു ഫോഴ്സ് ഉണ്ടാവും ഇല്ലേ. ആ ഫോഴ്സ് മാഗ്നറ്റിക് ഫോഴ്സ് ആയിരിക്കും അല്ലേ. അതിൻ്റെ ഇക്വേഷൻ എന്താണ്, ദിസ് ഫോഴ്സ് I into L cross B is directed outwards in the direction opposite to the velocity of road. റോഡിൻ്റെ വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും അതിൻ്റെ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. സോ F is equal to the equation ബിൽ സൈൻ തീറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ. അതിൽ നമ്മൾ ആർക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, ഐക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഐ എന്തായിരുന്നു, BLV ആയിരുന്നു അല്ലേ. സോ എങ്ങനെ സംഭവിച്ചു നോക്കൂ, ഐന് BLV ഇട്ട് കൊടുത്തു, BLV ഇൻറ്റു L ഇൻറ്റു B, അപ്പം എന്തായി, ബിയും എല്ലും സ്ക്വയർ വന്നു, അതാണ് B²L²/R ഉണ്ട് ഇൻറ്റു V എന്ന് വന്നത്. ഇനി എങ്ങനെയാണ് ഫോഴ്സ് അറൈസ് ചെയ്യുന്നതെന്ന് പറയുന്നത്, ഫോഴ്സ് അറൈസസ് ഡ്യൂ ടു ദ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഓഫ് ചാർജസ് ആൻഡ് കോൺസിക്വന്റ് ലോറൻസ് ഫോഴ്സ്. Alternatively, the arm PQ is being pushed with a constant speed V and the power required to do this. അതായത്
ഇത് പുഷ് ചെയ്യാണ് അല്ലേ, ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ പുഷ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ എന്ത് സംഭവിക്കുന്നുണ്ടാവും, ഒരു പവർ ഉണ്ടാവും. സോ പവറിന്റെ ഇക്വേഷൻ എന്താണ്, പവർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഫോഴ്സ് എനിക്ക് എന്ത് കിട്ടി, ബി സ്ക്വയർ എൽ സ്ക്വയർ വി ബൈ ആർ ഇൻറ്റു ആരെ കൂടെ കൂട്ടണം നമ്മൾ, ഇൻറ്റു വി ആണ്. അപ്പോൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മുകളിലത്തെ ഇക്വേഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് കിട്ടി, പവർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി, ബി സ്ക്വയർ എൽ സ്ക്വയർ വി സ്ക്വയർ ബൈ ആർ. ക്ലിയർ ആവുണ്ടോ? സാധാരണ ഈ ഡെറിവേഷൻസ് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. Thus, the mechanical energy which was needed to move the arm is converted into electrical energy. അത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, കൺസർവേഷൻ ഓഫ് എനർജീനെ വെച്ചിട്ടാണ് ഇത് നീങ്ങുന്നതെന്ന് പറഞ്ഞു ലെൻസസ് ലോ. സോ അതെങ്ങനെയാണെന്നുള്ളതും കൂടിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. നമ്മൾ പറഞ്ഞു പീക്ക് നമ്മൾ നീക്കുന്നു എന്ന് പറഞ്ഞു. ആ എനർജി, ആ മെക്കാനിക്കൽ എനർജി എന്തായി കൺവേർട്ട് ചെയ്യാണ്, it is converted into the electrical energy. There is an interesting relationship between the charge flow through the circuit and the change in the magnetic flux. ഇനി ആ ഒരു ടോപ്പിക് കഴിഞ്ഞു. ഇനി പുതിയൊരു ടോപ്പിക്കാണ് എഡ്ഡി കറന്റ്. സാധാരണ 1 മാർക്കിന് ചോദിക്കാറുണ്ട് ഡിഫൈൻ എഡ്ഡി കറന്റ്, അല്ലെങ്കിൽ കറന്റിന്റെ ഡെഫിനിഷൻ തന്നിട്ട് ഫൈൻഡ് അല്ലെങ്കിൽ ഏതാണ് ഈ കറന്റ് എന്നുള്ളതാണ് ചോദിക്കാറ്, അല്ലെങ്കിൽ എഡ്ഡി കറന്റിന്റെ അപ്ലിക്കേഷൻസ്. എന്താണ് എഡ്ഡി കറന്റ് എന്ന് നമുക്ക് നോക്കാം. When magnetic flux linked to a conductor change, eddy current are produced in the conductor. എന്താണ് പറയുന്നത്, ഒരു കണ്ടക്ടറിലെ ഫ്ലക്സ് ചേഞ്ച് ചെയ്യാൻ നമ്മൾ പറഞ്ഞ അവിടെ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നു പറയുന്നു. The eddy current are produced in the conductor. ഇനി എവിടെയാണ് എഡ്ഡി കറണ്ട് വരുന്നതെന്നാണ് പറയുന്നത്. Eddy current always try to oppose the motion due to which it is produced by creating an opposite magnetic field. അതായത് എന്ത് സംഭവിക്കുന്നു പറയുന്നത്, എഡ്ഡി കറന്റ് എന്തുള്ള ഒരു കറണ്ടാണ്, ഓപ്പോസിറ്റ് ആണ്. നമ്മൾ ഫോഴ്സ് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നതുകൊണ്ട് മാറുന്നു എന്ന് പറയുന്നു അല്ലെ, ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ മോഷനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു കറണ്ടാണ് ആര്, എഡ്ഡി കറന്റ്. എഡ്ഡി കറന്റ് ഫ്ലോസ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് ക്യാൻ ഒപ്പോസ് ദ മാഗ്നറ്റിക് ഫീൽഡ് വിച്ച് ഫോഴ്സ് കണ്ടക്ടർ ടു ഇൻഡ്യൂസ് എഡ്ഡി കറന്റ്. അതായത് എങ്ങനെയായിരിക്കും അതിൻ്റെ ദിശ എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഒപ്പോസ് ചെയ്യുന്ന പോലെയാണ് അത് മൂവ് ചെയ്ത. അപ്പോൾ അത് നമ്മൾ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിൽ ഒരുപാടുണ്ട്, നമുക്കത് അറിയുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് അത് ഇപ്പോൾ എഡ്ഡി കറന്റ് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിലോട്ട് നമുക്ക് കടക്കാം. ഫോർമേഷൻ ഓഫ് എഡ്ഡി കറന്റ് കോസസ് എ വേസ്റ്റേജ് ഓഫ് എനർജി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്. ഈ എഡ്ഡി കറന്റ് ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നത്, അവിടെ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതെന്താണ്, വേസ്റ്റേജ് ഓഫ് എനർജി ആണ് അല്ലേ. നമുക്കറിയാം ഇപ്പോൾ ഏത് ബൾബാണെങ്കിലും നമ്മൾ ഹീറ്റ് ആവും അല്ലേ കുറേ കഴിയുമ്പോൾ. The eddy current is reduced by increasing the resistance of the metal. മെറ്റലിലെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ what happens, എഡ്ഡി കറന്റ് കുറയും. ഇനി അതിൻ്റെ കുറച്ച് അപ്ലിക്കേഷൻസ് ആണ് പറയുന്നത്. നോക്കൂ, അതിന് മുന്നേ ഹെൻസ് കോർസ് ഓഫ് ഡൈനാമോസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് ആർ മെയ്ഡ് ഓഫ് ലാർജ് നമ്പർ ഓഫ് തിൻ ഷീറ്റ്സ് ഇൻസുലേറ്റഡ് ഫ്രം വൺ അനദർ. Thus resistance of each sheet will be high. നോക്കൂ ഏതൊക്കെയാണ് അപ്ലിക്കേഷൻസ്, ഡെഡ്ബീറ്റ് ഗാൽവനോമീറ്റർ, induction furnace, induction motors, induction brakes, energy meters, speedometers. ഇനി നമുക്ക് ഓരോ അപ്ലിക്കേഷൻ, 4 അപ്ലിക്കേഷൻസ് ആണ് നമ്മളിവിടെ പ്രധാനമായിട്ടും പഠിക്കുന്നത്. ഒന്നാമത്തെയാണ് ഡെഡ്ബീറ്റ് ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ എന്നുള്ളത് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്താണ് ഗാൽവനോമീറ്റർ? ടു മെഷർ ദ വെരി സ്മോൾ എമൗണ്ട് ഓഫ് കറന്റ് നമ്മൾ എന്ത് ഉപയോഗിക്കും, ഗാൽവനോമീറ്ററിന് ഉപയോഗിക്കും. ഇനി ഗാൽവനോമീറ്ററിൽ എവിടെയാണ് എഡ്ഡി കറന്റ് വരുന്നതെന്നാണ് പറയാൻ പോകുന്നത്. Eddy current is used for the damping of a moving coil galvanometer. അതായത് പറഞ്ഞത് എന്താണ്, if the galvanometer coil is wound over a metallic frame, the eddy current formed in the frame damps the deflection and finally gets a steady deflection. ഇപ്പോൾ നമ്മൾ ആ മീറ്റർ എടുത്താലും വോൾട്ട് മീറ്റർ എടുത്താലും നമ്മൾ ഇതിൽ കൂടെ പോകുന്ന കറണ്ട് എത്രയാണെന്ന് നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ടാവും, ആ പോയിന്റർ കൃത്യം ഇപ്പോൾ ചിലപ്പോൾ 2 ആംപെയർ ആണെങ്കിൽ ആ 2 ആംപെയറിൽ വന്നത് നിൽക്കണം അല്ലേ, അത് ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ ഗാൽവനോമീറ്ററിൽ എന്തുണ്ടാവും, ഈ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫ്ലക്സ് ഉണ്ടാവും ഇല്ലേ. ഫ്ലക്സ് ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും, ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എഡ്ഡി കറണ്ട് വരും. അപ്പോൾ എഡ്ഡി കറണ്ട് എന്ത് സംഭവിക്കും, ഞാൻ കൊടുക്കുന്നതിൻ്റെ കറണ്ടിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും എഡ്ഡി കറണ്ട് വരിക. അപ്പോൾ എന്ത് സംഭവിക്കും, കറക്റ്റ്, അതായത് അവിടെ ഒരു ഫ്ലക്ച്വേഷൻ വരാതെ ഫൈനലി ഒരു സ്റ്റഡി ഡിഫ്ലക്ഷൻ കിട്ടാൻ അത് സഹായിക്കും. അതായത് ഒപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത് എഡ്ഡി കറണ്ടിൻ്റെ പ്രത്യേകത. ഇനി അടുത്തതാണ് ഇൻഡക്ഷൻ ഫർണസ്. എന്താണ് ഫർണസ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം പണ്ട് നമ്മൾ ഈ ഫർണസുകൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഈ അയേൺ ഓർ അതൊക്കെ മെൽറ്റ് ചെയ്യാനുള്ളതാണ് ഫർണസ്. ഇനി എങ്ങനെയാണ് ഇൻഡക്ഷൻ ഫർണസിലെ എഡ്ഡി കറന്റ് വരുന്നതെന്ന് നമുക്ക് പറയാം.
Heating effect of the eddy current is made used in induction furnaces. Applying a rapidly changing magnetic field produced by a high frequency alternating current, eddy currents are produced in the metal piece. Thus large heat is produced in the metal and finally it melts. അതായത് ഇത്രയേ ഉള്ളൂ. ഒരു ഫർണസിൽ നമുക്കറിയാം എന്ത് സാധനം എനിക്ക് മെൽറ്റ് ചെയ്യാനുള്ളതാണ് അല്ലേ. അപ്പോൾ എന്ത് സംഭവിക്കും, ഞാൻ ആ സാധനത്തിന് എന്ത് ചെയ്യും, ഫർണസിൽ ഇറക്കി വെക്കും. എന്നിട്ട് എന്ത് കൊടുക്കും, മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ, മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യണ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കും. അത് കൊടുക്കണമെങ്കിൽ ആരും എനിക്ക് കൊടുക്കണം, പ്രൊഡ്യൂസ് ബൈ ഹൈ ഫ്രീക്വൻസി എ സി, ഒരു എ സി കൊടുക്കണ്ടാവും. ആ എ സിക്ക് അനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, മാഗ്നറ്റിക് ഫീൽഡ് അവിടെ ചേഞ്ച് ചെയ്യുന്നു. അപ്പം എന്ത് ആര് വരും, മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ആര് വരും, എഡ്ഡി കറണ്ട് വരും. അപ്പം നമുക്കറിയാം എഡ്ഡി കറണ്ട് വന്നാൽ എന്ത് സംഭവിക്കും, ഹീറ്റ് വരികയാണ് അല്ലേ. ദർ ഇസ് എ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ്, ഒപ്പോസ് ചെയ്യാനാണ് അത് ശ്രമിക്കുക. അപ്പം ഹീറ്റ് ഒരുപാട് വരും. ആ ഹീറ്റിലാണ് എന്താവുന്നത്, ഈ മെറ്റൽ, ഞാൻ വച്ച മെറ്റൽ എന്താവുന്നു, മെൽറ്റ് ആവുന്നു. അതാണ് ഇൻഡക്ഷൻ ഫർണസ്. ക്ലിയർ? അടുത്താണ് ഇൻഡക്ഷൻ മോട്ടർ. അപ്പം നമ്മൾ ചെറിയ മിനി മോട്ടേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, അതിനെ കുറിച്ചാണ് പറയുന്നത്. The rotating magnetic field produces strong eddy currents in the rotor. അതായത് ഒരു ഇൻഡക്ഷൻ മോട്ടറിൽ രണ്ട് പാർട്സ് ആണുള്ളത്, ഒന്ന് സ്റ്റേറ്ററും ഒന്ന് റോട്ടറും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നതെന്ന് പറയാം. The eddy current initially tries to decrease the relative motion between the cylinder and the rotating magnetic field. അതായത് ഇതിൻ്റെ ഉള്ളിൽ തിരിയും അല്ലേ. അപ്പോൾ എഡ്ഡി കറണ്ട് എന്താ ചെയ്യാൻ പോകുന്നത്, സിലിണ്ടറും പിന്നെ ആരും തമ്മിലുള്ള മോഷനാണ്, റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് തമ്മിലുള്ള മോഷൻ കുറയ്ക്കാൻ നോക്കും. As the magnetic field continues to rotate the metallic motor, എന്ത് സംഭവിക്കും, continues to rotate, എന്ത് സംഭവിക്കും, that the metallic motor is set into the rotation. This is the principle of induction motor. അതായത് മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, അവിടെ എഡ്ഡി കറണ്ട് റോട്ടറിൽ വരും. ഈ എഡ്ഡി കറണ്ട് ആദ്യം എന്ത് ചെയ്യുന്ന പറയുന്നത്, മോഷനെ കുറയ്ക്കാൻ ശ്രമിക്കും. പിന്നെയും എന്ത് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, to rotate the metallic motor is set into rotation. മോട്ടർ സെറ്റ് ആയിരിക്കും. ആ ഒരു പ്രിൻസിപ്പിൾ ആണ് ഇൻഡക്ഷൻ മോട്ടറിൽ വരുന്നത്. ഇനിയാണ് ഇലക്ട്രിക് ബ്രേക്സ്. എന്താണ് ഇലക്ട്രിക് ബ്രേക്സ്? സാധാരണ ഇപ്പോഴത്തെ ട്രെയിനുകളൊക്കെ ഇലക്ട്രിക് ട്രെയിനുകളാണ് അല്ലേ. അപ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ സഡൻ ബ്രേക്ക് ഇടുമ്പോൾ എങ്ങനെയാണ് പെട്ടെന്നൊരു ബ്രേക്കിംഗ് സിസ്റ്റം വരണേന്നുള്ളതാണ് പഠിക്കുന്നത്. അതായത് ഇവിടെ നോക്കൂ, the metal drums are coupled with the wheels of the train. ട്രെയിനിൻ്റെ വീൽസിന് ഒരു മെറ്റൽ ഡ്രംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അറ്റാച്ച് ചെയ്യുന്നു. ഇനി ഒരു സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ എഡ്ഡി കറണ്ട് വരും. മനസ്സിലാവുണ്ടോ? ഞാൻ ബ്രേക്ക് ചവിട്ടുന്നതെന്ന് പറയുന്നത് എന്തായിരിക്കും, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് വരുന്നു, എഡ്ഡി കറണ്ട് അവിടെ സെറ്റപ്പ് ആവുന്നു. എഡ്ഡി കറണ്ട് വന്നാൽ എന്ത് ചെയ്യും, അത് ഒപ്പോസ് ചെയ്യാനാണ് ശ്രമിക്കുക അല്ലേ, ഒപ്പോസ് ദ മോഷൻ ആണ്. അപ്പം എന്ത് സംഭവിക്കും, ദേ ആർ സ്റ്റോപ്ഡ്. So wheels come to the stop as the drums are stopped. അപ്പോൾ ഇവിടെ ഒപ്പോസ് ചെയ്യുന്നത് മെറ്റാലിക് ഡ്രംസിനെ ആയിരിക്കും. ഓട്ടോമാറ്റിക്കലി മെറ്റാലിക് ഡ്രംസ് ആരായിട്ട് അറ്റാച്ച്ഡ് ആണ്, വീൽസ് ആയിട്ട് അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ ഈ 4 അപ്ലിക്കേഷൻസ് ആണ് നമുക്ക് എഡ്ഡി കറണ്ടിൻ്റെ പറയാനുള്ളത്. ഇനി കുറച്ചുകൂടി നമുക്ക് എഡ്ഡി കറണ്ടിനെ പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ എക്സ്പീരിമെൻ്റലി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു എക്സ്പീരിമെൻ്റ് ആണ് ഇവിടെ വെച്ചേക്കുന്നത്. Consider a light metallic disc placed on the top of a cylindrical electromagnet. ഒരു ഇലക്ട്രോമാഗ്നറ്റ് ആണ് ഇവിടെ വെച്ചേക്കുന്നത്. അതിൻ്റെ മുകളിൽ ഞാൻ ആരെ വെച്ചു, ഒരു മെറ്റൽ ഡിസ്ക് വെച്ചു. ഇനി ഈ ഇലക്ട്രോമാഗ്നറ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കറണ്ട് അല്ലേ. നോക്കൂ, when the current is switched on, എന്ത് സംഭവിക്കും, വെറുതെ കറണ്ട് ഓൺ ആക്കിയുള്ളൂ, അപ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നു, the disc is thrown from the electromagnet. നമ്മൾ സാധാരണ സയൻസ് എക്സിബിഷൻസിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. അതൊക്കെ എഡ്ഡി കറണ്ടിൻ്റെ ആണ്. അപ്പോൾ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കറണ്ട് ഓൺ ആക്കിയപ്പോൾ എന്ത് സംഭവിച്ചു, ഞാൻ വെച്ച ഡിസ്ക് എന്ത് ചെയ്യുന്നു, നോക്കൂ സെക്കൻഡ് ഫിഗറിൽ നോക്കൂ, തെറിച്ചു പോവുകയാണ്. എന്തുകൊണ്ടാണ് അതിനുള്ള കാരണം, this is due to the eddy current developed in the disc. The eddy current developed in the disc magnetize it. എന്ത് ചെയ്യുന്നു, അതായത് ഡിസ്ക് നമുക്കറിയാം എഡ്ഡി കറണ്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, അതിനെ മാഗ്നറ്റൈസ് ചെയ്യുന്നു, ആ ഡിസ്കിനെ അത് മാഗ്നറ്റൈസ് ചെയ്യുന്നു. ഇഫ് ദ അപ്പർ എൻഡ് ഓഫ് ദ സോളിനോയിഡ് എക്വയേഴ്സ് എ നോർത്ത് പൊളാരിറ്റി, അതായത് ഈ ഭാഗത്ത് മാഗ്നറ്റിക് ഫീൽഡ് വന്നപ്പോൾ അതെന്തായി, നോർത്ത് പോളായി അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് വന്നപ്പോൾ
Then the lower phase also acquires a north polarity in accordance with the Lenz's law. Lenz's law പ്രകാരം എന്ത് സംഭവിക്കുന്നു? ഡിസ്കിന്റെ അടിഭാഗവും എന്തായി? നോർത്ത് പോളായി, നോർത്ത് പൊളാരിറ്റി. സോ എന്ത് സംഭവിക്കും? നോർത്ത് എന്ത് സംഭവിക്കുന്നു? റിപ്പൽ ചെയ്യും അല്ലേ? ഈ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ആണ് ഈ ഡിസ്കിനെ പുറത്തേക്ക് എറിയാനുള്ള കാരണം. ക്ലിയർ ആവുന്നുണ്ടോ? സോ ഇതാണ് എക്സ്പെരിമെന്റൽ ഡെമോൺസ്ട്രേഷൻ ഓഫ് എഡ്ഡി കറന്റ്. അപ്പോൾ എഡ്ഡി കറന്റ് എന്താണെന്ന് നമുക്ക് അറിയണം. എഡ്ഡി കറന്റ് എന്തിനു ഉപയോഗിക്കുന്നതാണ്? അതിന് 4 അപ്ലിക്കേഷൻസ് അറിയണം. ഗാൽവനോമീറ്ററിലാണെങ്കിൽ സ്റ്റഡി ഡിഫ്ലക്ഷൻ ഉണ്ടാവാൻ, ഇൻഡക്ഷൻ ഫർണസ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു? ഞാനൊരു മെറ്റാലിക് ഡിസ്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അവിടെ ഹീറ്റ് വരും അല്ലേ? എഡ്ഡി കറന്റ് കാരണം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റിൽ അത് മെൽറ്റ് ചെയ്യുന്നു. പിന്നെ എന്ത് പഠിച്ചു നമ്മൾ? ഇൻഡക്ഷൻ മോട്ടർ പഠിച്ചു. നാലാമത്തെ എന്ത് പഠിച്ചു? അതായത് ഇലക്ട്രിക് ബ്രേക്സ് പഠിച്ചു. സോ അതാണ് ഈ പാർട്ടിൽ നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.